ഡൊണാൾഡ് ട്രംപ് ഒരു കച്ചവടക്കാരനാണ്. പണമാണ് അദ്ദേഹത്തിൻ്റെ പ്രധാന ലക്ഷ്യം. ഇപ്പോൾ പൗരത്വത്തെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന്, അമേരിക്കയിൽ എങ്ങനെ കുടിയേറാം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ചോദ്യത്തിന് ഒരു പുതിയ ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. അതിലും പണം തന്നെ അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. ട്രംപിൻ്റെ പല നയങ്ങളെയും ആളുകൾ പരിഹാസത്തോടെ കാണുന്നുണ്ട്. ചിലരതിനെ വലിയ തോതിൽ വിമർശിക്കുന്നുണ്ട്. എന്നാൽ ട്രംപ് അമേരിക്കയിലേക്ക് കൂടുതൽ പണം എത്തിക്കാൻ ശ്രമിക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രസിഡന്റ് ട്രംപ് പുതിയ ഒരു ഇമിഗ്രേഷൻ ഗോൾഡ് കാർഡ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് കുടിയേറ്റക്കാർക്ക് $5 മില്യൺ വാങ്ങാം. ഇത് ഗ്രീൻ കാർഡിൻ്റെ ഒരു പ്രീമിയം പതിപ്പാണ്. അപ്പോൾ ഇത് കുടിയേറ്റക്കാർക്ക് പൗരത്വത്തിലേക്കുള്ള ഒരു വഴി നൽകും എന്നാണ് ട്രംപ് പറയുന്നത്. ഞങ്ങളൊരു ഗോൾഡ് കാർഡ് വിൽക്കാൻ പോകുന്നു, നിങ്ങൾക്ക് ഒരു ഗോൾഡ് കാർഡ് വാങ്ങിക്കാം. ആ കാർഡിന് $5 മില്യൺ വില വരും. അത് നിങ്ങൾക്ക് ഗ്രീൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ കൂടി നൽകും. ഇത് പൗരത്വത്തിലേക്കുള്ളൊരു വഴിയാണ്. ഈ കാർഡ് വാങ്ങുന്നതിലൂടെ സമ്പന്നരായ ആളുകൾ അമേരിക്കയിലേക്ക് വരും എന്ന് ട്രംപ് പറയുന്നു. ട്രംപിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ്: അവർ സമ്പന്നരായിരിക്കും, അവർ ഇവിടെ വിജയിക്കുകയും ചെയ്യും, ധാരാളം പണം ചിലവഴിക്കുകയും ചെയ്യും, ധാരാളം നികുതി അടയ്ക്കും, ധാരാളം ആളുകൾക്ക് ജോലി നൽകും. ഇതൊക്കെ അമേരിക്കയിൽ നടക്കാൻ പോകുന്ന കാര്യം എന്ന നിലയിലാണ് ട്രംപ് ഇതിനെയൊക്കെ പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും വലിയ സമ്പന്നരെ അമേരിക്കയിലേക്ക് ആകർഷിക്കുക എന്നത് തന്നെയാണ് നയം. നേരത്തെ അതിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അത് EB-5 ഇൻവെസ്റ്റർ പ്രോഗ്രാമായിരുന്നു. അതിന് പകരമായാണ് ഇപ്പോൾ ഈ ഗോൾഡ് കാർഡ് വരുന്നത്. അപ്പോൾ ട്രംപിൻ്റെ നിർദ്ദേശം US ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്ന ഇന്ത്യൻ പൗരന്മാർക്കിടയിൽ അതൊരു വലിയ ചർച്ചാ വിഷയമായിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് ഇനി ഗ്രീൻ കാർഡിൽ നിന്ന് ഗോൾഡ് കാർഡിലേക്ക് മാറണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ അവർക്കിടയിൽ ഉണ്ട്. ഏതായാലും സമ്പത്ത് അടിസ്ഥാനമാക്കിയ ഒരു ഇമിഗ്രേഷൻ രീതിയാണ് ഇപ്പോൾ വരുന്നത്. അതിൻ്റെ സാധ്യതകൾ എങ്ങനെ പ്രയോജനപ്പെടുത്തണം എന്ന് പല ആളുകളും ആലോചിക്കുകയും ചെയ്യുന്നു. EB-5 ഇൻവെസ്റ്റർ പ്രോഗ്രാം എന്ന് നേരത്തെ ഉണ്ടായിരുന്നത്, അതിന് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. കുറഞ്ഞത് 10 US തൊഴിലവസരങ്ങളെങ്കിലും അവിടെ സൃഷ്ടിക്കണം. അതുപോലെ ബിസിനസ്സിൽ ചുരുങ്ങിയത് ഒരു $8 ലക്ഷം അല്ലെങ്കിൽ അത് ഒരു $1 മില്യൺ വരെയൊക്കെ നിക്ഷേപം ആവശ്യം അതിനുണ്ടായിരുന്നു. അതേസമയം ഈ ഗോൾഡ് കാർഡിന് അത്തരം തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കണം എന്നൊന്നും ഒരു നിബന്ധനയായി ഇല്ല, അത്തരമൊരു ആവശ്യങ്ങളുമില്ല. പകരം സമ്പന്നരായ വ്യക്തികൾക്ക് പ്രീമിയം റെസിഡൻസി ഓപ്ഷനായി ഇത് ഉപയോഗിക്കാം. ഗ്രീൻ കാർഡുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് പണമുണ്ടെങ്കിൽ ഗോൾഡ് കാർഡ് വാങ്ങുകയും ചെയ്യാം. അപ്പോൾ US ഗ്രീൻ കാർഡുകൾക്കായി ധാരാളം ഇന്ത്യക്കാർ, പല വിഭാഗങ്ങളിലായി ആളുകൾ അതിനൊക്കെയുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അതിനൊരു സമയക്രമവുമുണ്ട്. ആ സമയക്രമമൊക്കെ പൂർത്തിയാക്കാനായി പലരും കാത്തിരിക്കുമ്പോഴാണ് ട്രംപ് ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിക്കുന്നത്. ഇത് മൊത്തത്തിൽ ശ്രദ്ധ സമ്പത്തിലേക്ക് തിരിക്കുന്നു. വൈദഗ്ധ്യമുള്ള പ്രൊഫഷണലുകളെക്കാൾ ഇന്ത്യൻ വ്യവസായികളെയാണ് ഇത് ആകർഷിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മറ്റു പല രാജ്യങ്ങളിൽ നിന്നും വ്യവസായികൾ അങ്ങോട്ടേക്ക് കുടിയേറുന്നുണ്ടാകും. പക്ഷേ ഞാൻ ഇത് സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കാരുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ്. അപ്പോൾ സമ്പന്നരായ ഇന്ത്യക്കാരെ ആകർഷിക്കാൻ കൂടി ഇത് പ്രയോജനപ്പെടുത്തുക എന്ന ലക്ഷ്യം ട്രംപിനുണ്ടാകും. മറ്റു പല രാജ്യങ്ങളിലെ ആളുകളെയും ആകർഷിക്കുക എന്നത് കൂടി അതിൻ്റെ ഒരു ലക്ഷ്യമായിരിക്കും. ഏതായാലും 2 ആഴ്ചയ്ക്കുള്ളിൽ EB-5 പകരം ഈ ഗോൾഡ് കാർഡ് വരുമെന്നാണ് വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് സ്ഥിരീകരിക്കുന്നത്. ട്രംപ് EB-5 വിമർശിക്കുകയാണ്. അതൊരു അസംബന്ധം പിടിച്ച പ്രോഗ്രാമാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കണമെന്നൊക്കെ ആവശ്യമുണ്ട്. പക്ഷേ ഗോൾഡ് കാർഡിന് അങ്ങനെയൊന്നും ഇല്ല. US റെസിഡൻസിയുടെയും പൗരത്വ യോഗ്യതയുടെയും ഒക്കെ ഒരു പുതിയ രീതിയായി ഇത് മാറുകയാണ്. ഇത് വാങ്ങിക്കാൻ കഴിയും എന്നതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. നിലവിൽ H-1B അല്ലെങ്കിൽ EB-2, EB-3 വിസകളിലുള്ള ഇന്ത്യക്കാർക്കും ഗോൾഡ് കാർഡിന് അപേക്ഷിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. പണമടയ്ക്കാൻ ഉള്ള ശേഷി ഉണ്ടാകണം എന്ന് മാത്രം. $5 മില്യൺ ഉണ്ടെങ്കിൽ ആർക്കും ഇത് ഉപയോഗപ്പെടുത്താം എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ചിലവ് ചെറുതായി വർദ്ധിക്കും. നേരത്തെ $1 മില്യൺ ഉണ്ടെങ്കിലായിരുന്നു EB-5 പ്രോഗ്രാമിലൂടെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നു. പക്ഷേ ഇതിപ്പോൾ $5 മില്യൺ വരെ ഇതിനായി ചിലവാക്കേണ്ടി വരും എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ചിലർക്കത് താങ്ങാനാകുന്നതായിരിക്കാം, മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം അത് സാധ്യമാണോ എന്നറിയില്ല. ഏതായാലും ഈ EB-5 ആകുമ്പോൾ അവർക്ക് ഫണ്ട് ശേഖരിക്കാനൊക്കെ ചില വായ്പകൾ എടുക്കാനോ അത്തരത്തിലേതെങ്കിലുമൊക്കെ മാർഗം ഉപയോഗിക്കാമായിരുന്നു. പക്ഷേ ഈ ഗോൾഡ് കാർഡിന് അങ്ങനെയല്ല. ആദ്യം തന്നെ മുൻകൂറായി പണം അടയ്ക്കണം. അത് അതിസമ്പന്നരായ വരേണ്യ വർഗത്തിന് മാത്രം ആണ് ഇത് പരിമിതപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാണ്. ഗോൾഡ് കാർഡിൻ്റെ ലഭ്യത
വരേണ്യവർഗത്തിനാണ്, പണമുള്ളവർക്കാണ്, അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏറ്റവും ശക്തരായ സമ്പന്നരായ സംരംഭകർ, ടെക് എക്സിക്യൂട്ടീവുകൾ, അതുപോലെ വ്യവസായികൾ, അങ്ങനെയുള്ളവർക്ക് ഈ പ്രോഗ്രാം വഴി അമേരിക്കയിലേക്ക് കടക്കാൻ ഒരവസരമൊരുക്കുക എന്നതാണ് അവർ ലക്ഷ്യമിടുന്നത്. H1B വിസകളും അതുപോലെ EB2, EB3 ബാക്ക്ലോഗുകളും ഒക്കെ മറികടക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു ആകർഷണീയമായ ബദലാവുകയും ചെയ്യും. അപ്പോൾ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ, ബിസിനസ് നിക്ഷേപം, അതുപോലെ പ്രോസസ്സിംഗ് സമയം എന്നിവയെക്കുറിച്ചൊക്കെയുള്ള ഇനി വേവലാതികൾ ഇതിൻ്റെ ഭാഗമായില്ല. പണമടയ്ക്കുക, പൗരത്വം വാങ്ങിക്കുക എന്നതാണ് ട്രംപിൻ്റെ രീതി. പക്ഷേ ഇവിടെ ഒരു ചെറിയ ചോദ്യം ഉയരുന്നു. ഇത് ട്രംപിന് അങ്ങനെ നേരിട്ട് നടപ്പിലാക്കാൻ കഴിയുമോ എന്ന് പലരും ആശങ്കപ്പെടുന്നുണ്ട്. US കോൺഗ്രസിൻ്റെ അംഗീകാരം ഇതിന് ആവശ്യമാണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ ഒരു അംഗീകാരത്തിൻ്റെ ആവശ്യമില്ല എന്നാണ് ട്രംപ് തറപ്പിച്ച് പറയുന്നത്. പക്ഷേ നിയമവിദഗ്ധർ ചിലർ ഇതിനോട് വിയോജിക്കുന്നുണ്ട് കേട്ടോ. കേസുകളോ രാഷ്ട്രീയ എതിർപ്പുകളോ ഉണ്ടായാൽ ഈ പണമടച്ചത് വെറുതെയാകുമോ എന്ന ആശങ്ക ചിലർക്കുണ്ട്. മാത്രമല്ല, ഈ പദ്ധതി നടപ്പിലാക്കാൻ വൈകുകയോ അല്ലെങ്കിൽ ഇത് തടയപ്പെടുകയോ ചെയ്യാം എന്നൊക്കെ ചിലരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നു. ഏതായാലും ഈ ഗോൾഡ് കാർഡിൽ ആദ്യഘട്ടത്തിൽ ഒരു അനിശ്ചിതത്വമുണ്ട്. അത് വൈകാതെ അത് മറികടക്കാൻ കഴിയും എന്നൊക്കെയാണ് ട്രംപും പറയുന്നത്. ഇതിൻ്റെ അനിശ്ചിതത്വം എന്ന് പറഞ്ഞാൽ ഈ പ്രോസസ്സിങ്, ഇതിൻ്റെ കാലാവധി, പിന്നെ അതുപോലെ ഇത് ഏത് തരത്തിലുള്ളൊരു പരിശോധനകളാണ് നടക്കുക, ഇതിന് എന്തൊക്കെ തരത്തിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വരും, ഇതിൻ്റെയൊക്കെ വിശദാംശങ്ങൾ ഇനിയും കുറേ കൂടി വ്യക്തമായി പുറത്തു വരേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ഒരു മുഴുവൻ വശങ്ങളും മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഏതായാലും കോൺഗ്രസിനോ കോടതിക്കോ ഇതിൽ ഇടപെടാൻ കഴിയുമോ എന്ന ചോദ്യം അവിടെ ഒരു വെല്ലുവിളിയായി തന്നെ നിൽക്കുന്നു. ഗോൾഡ് കാർഡ് വാങ്ങാൻ കഴിയാത്തവർക്ക് പരമ്പരാഗത രീതിയിലുള്ള ഒരു പ്രോസസ്സിലേക്ക് നീങ്ങാം. ഒരു ഗ്രീൻ കാർഡോ അല്ലെങ്കിൽ EB1, EB2, EB3, H1B വിസക്ക് ഓപ്ഷനായി തുടരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അതിനൊക്കെ അപ്പുറത്തേക്ക് ട്രംപ് കണക്കാക്കുന്നത് സമ്പന്നന്മാരെ കൂടുതൽ ആശ്രയിക്കുക എന്നുള്ളതാണ്. കാരണം മറ്റ് വിസകൾക്ക് വളരെ നീണ്ട പ്രോസസ്സിംഗ് ടൈം എടുക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതേസമയം ഒരു ഗ്രീൻ കാർഡ് അമേരിക്കയിൽ ഉണ്ടാകുക എന്നത് ഒരു പ്രസ്റ്റീജിൻ്റെ ചിഹ്നമായൊക്കെ കരുതുന്നവരുണ്ട്. അവിടെ അമേരിക്കയിൽ സ്ഥിരമായി താമസിക്കാൻ കഴിയും, ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടാകും. അങ്ങനെയൊക്കെ ഇത് നൽകുന്ന ഒരു രേഖയാണ് നമ്മുടെ ഗ്രീൻ കാർഡ്. അതൊരു പെർമനൻറ്റ് റെസിഡൻറ്റ് കാർഡാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ എവിടെയും താമസിക്കാം, സ്റ്റേറ്റ്സിലെ ഏത് തൊഴിലുടമയ്ക്ക് വേണ്ടിയും ജോലി ചെയ്യാം, സ്വന്തമായി ബിസിനസ് ആരംഭിക്കാം, ഒരു നിശ്ചിത കാലയളവിന് ശേഷം US പൗരത്വത്തിന് അപേക്ഷിക്കാം. ഇതൊക്കെ നമ്മുടെ ഗ്രീൻ കാർഡിൻ്റെ ഒരു സവിശേഷതകളായിരുന്നു. അപ്പോൾ ഗോൾഡ് കാർഡ് വരുന്നതോടുകൂടി അതൊരു ഫാസ്റ്റ് ട്രാക്ക് റെസിഡൻസി ഓപ്ഷനായി നമുക്ക് മുന്നിൽ വരികയാണ്. അതിസമ്പന്നർക്ക് വേണ്ടി മാത്രം എന്ന് ഓർക്കണം. സമ്പത്ത് അടിസ്ഥാനമാക്കിയുള്ള ഒരു കുടിയേറ്റത്തിലേക്ക് ആണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന സൂചന നൽകുന്നു. ശതകോടീശ്വരന്മാർക്ക്, കോർപ്പറേറ്റ് പിന്തുണയുള്ള പ്രതിഭകൾക്കൊക്കെ ഇതൊരു ആകർഷണീയമായ അവസരമായിരിക്കാം. ഭൂരിപക്ഷം പേരും ഇത് എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്ന് ആലോചിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ തടസ്സങ്ങളെക്കുറിച്ചും ആലോചിക്കുന്നുണ്ട്. ഏതായാലും അമേരിക്ക സമ്പന്നരെ ആകർഷിക്കാൻ തയ്യാറെടുക്കുന്നു. അത് ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ പ്രയോജനപ്പെടുത്തും എന്നാണ് അവർ കണക്ക് കൂട്ടുന്നത്. അതേസമയം ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ അവരുടെ രാജ്യസ്നേഹവും തുടങ്ങിയ കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി നോക്കിക്കാണുന്നു. സ്വാഭാവികമായും ഒരു ഇന്ത്യൻ പൗരനാകുക എന്നത് മറ്റ് ഏത് സമ്പന്ന രാജ്യത്തിൻ്റെയും പൗരനാകുന്നതിനേക്കാൾ അഭിമാനപൂർവ്വമാണെന്ന് കാണുന്ന വലിയൊരു വിഭാഗം ഇവിടെയുണ്ട്. പക്ഷേ സാധ്യതകളും അവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള സാധ്യതകൾ ഒക്കെ തേടി കുടിയേറ്റം ഒരു രീതിയാക്കി മാറ്റുന്നവരുണ്ടാകാം. പക്ഷേ ബഹുഭൂരിപക്ഷം ഇന്ത്യക്കാരും അവരുടെ രാജ്യത്തെ കുറിച്ചോർത്ത് അഭിമാനിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൻ്റെ പൗരന്മാരായി തുടരാൻ ആഗ്രഹിക്കുന്നവരുമാണ്. അവർ ഒരുപക്ഷെ ട്രംപിൻ്റെ ഈ പണം നൽകി പൗരത്വം കൊടുക്കാം എന്ന ഈ ഒരു കെണിയിലേക്ക് വീഴാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കാം.